ഇവിടെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു അച്ചാറിൻ്റെ റെസിപ്പി പരിചയപ്പെടുത്തുവാൻ നിങ്ങളെ കേട്ടോ. ഇത് ജാതിക്കയാണ്. അപ്പോൾ നമ്മളിത് സാധാരണ ഇവിടെ കേരളത്തിലുണ്ടാക്കുന്ന കൂട്ടല്ല ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയേ: എള്ള്, കടുക്, അയമോദകം, ജീരകം, പിന്നെ പെരുംജീരകം, പിന്നെ അച്ചാറിൻ്റെ പൊടിയുണ്ട്, അച്ചാർ പൊടി നമ്മൾ വാങ്ങിച്ചത്. രണ്ട് കാര്യം വിട്ടുപോയി പറയാൻ: മല്ലി കേട്ടോ, മല്ലിയുണ്ട്. പിന്നെ ഉലുവ. ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം മാറ്റി ഉണക്കി എടുത്തതാണ്. അപ്പോൾ അത് കുറച്ചിട്ടാൽ മതി. ഇത്രയും ആവശ്യമില്ല, നമ്മൾ കുറച്ചിടുക. ഇതെല്ലാം കൂടെ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് അങ്ങനെ പൊടിക്കാതെ തന്നെ ഇടണം. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് മാറ്റാം. ഇത്ര നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഡയറക്റ്റ് അതിനകത്തിലിട്ട് പൊടിക്കാതെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വെക്കാം. ഇതിപ്പോൾ നമ്മളതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരിതരിയായിട്ട് തന്നെ വേണം, നല്ലപോലെ പൊടിയരുത്. കണ്ടില്ല, ആ തരി ഇങ്ങനെ ഇത്രയും തരിയായിട്ട് തന്നെ വേണം. ഇതിലേക്ക് നമ്മൾ അച്ചാറിൻ്റെ പൗഡർ നമ്മൾ ചേർക്കുക. ഇതെല്ലാം ക്വാണ്ടിറ്റി ഒന്നുമില്ല, ക്വാണ്ടിറ്റി നിങ്ങളുടെ സാധനം എത്ര ഉണ്ട് അതിൻ്റെ അനുസരിച്ച് ചേർക്കുക. ഉപ്പ് കുറച്ചിട്ടാൽ മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഉപ്പല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചിടുക. ഇനിയും നമ്മൾ എണ്ണ ഇത് കടുകെണ്ണയിലാണ് ഇടുന്നത്. അപ്പോൾ കടുകെണ്ണയുടെ ആ തീക്ഷ്ണ ഗന്ധം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ സ്മോക്ക് വരുമ്പോൾ, തിളപ്പിക്കേണ്ട, ആ സ്മോക്ക് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുക. മതി. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ആവശ്യാനുസരണം എണ്ണ ഒഴിക്കുക. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജാതിക്ക എടുത്ത് ഇതിലേക്ക് ഇടുക. ഇതിന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടിക്കാത്ത അത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഇട്ടാണ്. ഇത് നമ്മൾ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. ഇതിപ്പോൾ 2 വർഷമാണ്. ഞങ്ങൾ 7 കിലോ മാങ്ങ ഇട്ടതായിരുന്നു. 7 കിലോ മാങ്ങ ഇട്ടതാണ്, 2 വർഷമായി. ഇതൊരിക്കലും ചീത്തയാകില്ല. 1 മാസം കഴിഞ്ഞ് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങാവും. ഒരിക്കലും ചീത്തയാകില്ല. ഇത് മാങ്ങ 2 വർഷമായ മാങ്ങയാണ്. സെയിം ഇതേപോലെ ഇട്ടതാണ്. ഇതും ജാതിക്ക, പക്ഷേ ഇത് ജാതിക്ക ഗ്രേറ്റ് ചെയ്തതാണ്. ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചല്ല, ഗ്രേറ്റ് ചെയ്തിട്ടാണ്. അതും തീരാറായി. ഇത് ഏകദേശം 1 വർഷം, കഴിഞ്ഞ വർഷത്തെ ജാതിയാണ്. ഏകദേശം ഇത് 1 വർഷമായി. അപ്പോൾ എല്ലാവരും നിങ്ങൾ അച്ചാറൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരിക്കലും കേടാകത്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും
ഇത് ചീത്ത അതിലെ വെളിയിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെളിയിൽ തന്നെയാണിത് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.